ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹൂർലിൻസ് വേൾഡ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഒരു ഫേസ് ടോണറാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഈ ടോണർ യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഒന്നുകൂടി എഫക്റ്റീവും യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ പിമ്പിൾ സ്കിൻ ടൈപ്പുകാർക്കാണ്. അപ്പോൾ നമ്മൾ ഈ ടോണർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു സന്തോഷ വാർത്തയും കൂടി അറിയിക്കാനുണ്ട്. അതായത് നമ്മുടെ ഹൂർലിൻസ് വേൾഡ് യൂട്യൂബ് ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഒരു മോട്ടിവേറ്റ് ആവില്ല ഇതുപോലെ ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നൊന്നും. അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളുടെ സപ്പോർട്ട്സ് എനിക്ക് തന്നുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഫേസ് ടോണർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് തുളസിയാണ്. ഞാൻ എടുത്തിട്ടുള്ളത് കരിന്തുളസി, അതായത് ബ്ലാക്ക് തുളസി അങ്ങനെയൊക്കെ പറയും. നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നതെന്ന് അറിയില്ല. നമ്മുടെ ഇവിടെ കരിന്തുളസി എന്നാണ് പറയുന്നത്. അപ്പം ഈ ടോണറിന് ചേർത്ത് ഈ കരിന്തുളസി ആയിരിക്കും ഒന്നുകൂടി എഫക്റ്റീവ്. ഒരുപക്ഷെ ഈ കരിന്തുളസി ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏത് തുളസി, നമ്മുടെ വീട്ടിലൊക്കെ നോർമലി കാണപ്പെടുന്ന തുളസി ആയാലും മതിയാവുന്നതാണ്. ഞാൻ ഇതിലൊരു 5 ഇലയാണ് എടുക്കുന്നത്. ഞാനൊരു 5 തുളസിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ഈ തുളസി ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം തൽക്കാലം. അതിനുശേഷം നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ കർപ്പൂരമാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ കർപ്പൂരം എന്താണ്, അപ്പം ഞാനത് പ്രത്യേകിച്ച് പറയണ്ട. അപ്പോൾ നമുക്ക് ഈ ഫേസ് ടോണർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ 2 സാധനങ്ങളുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിനി ഇത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഞാൻ 2 കർപ്പൂരമാണ് എടുക്കുന്നത്. ഇത് ഒരു കണ്ടാൽ മനസ്സിലാവും ഇച്ചിരി വലിയ സൈസിലുള്ള ഒരു കർപ്പൂരമാണ്. അതുകൊണ്ടിട്ട് ഞാൻ 2 എടുക്കുന്നുള്ളൂ. ഇപ്പം ചെറുതായിട്ട് റൗണ്ട് ഷേപ്പിൽ ചെറുതായിട്ടൊക്കെ കിട്ടും. അങ്ങനത്തെ ടൈപ്പ് ആണെങ്കിൽ നിങ്ങളൊരു 3 എടുക്കുക. അപ്പോൾ 5 തുളസിക്ക് ഞാൻ 2 കർപ്പൂരമാണ് എടുക്കുന്നത്. ഇതിനി ഒരു നമ്മുടെ ഈ ഉരുളിലോട്ട് പൊടിച്ചിട്ട് കൊടുക്കുക. അതായത് നമ്മുടെ ഉരലില്ലേ, ഇങ്ങനെ നമ്മൾ ഇടിക്കില്ലേ ആ സംഭവം, അതിലോട്ട് ഒരു 2 കർപ്പൂരം നല്ലതുപോലെ പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കുക. അങ്ങനെ തന്നെ ഇടല് നമുക്ക്, കാരണം ഇതും തുളസിയും കൂടി നമ്മളൊന്ന് ചതച്ചെടുക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ, നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്നത് നമ്മുടെ കരിന്തുളസി, അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ അതായത് കർപ്പൂരവും തുളസിയും കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് പൊടിയാവണ്ട, എന്നാലും രണ്ടും കൂടി ഒന്ന് മിക്സ് ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് നല്ലതുപോലെ ഇടിക്കുകയോ ചതയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഞാനിപ്പം ഇടിക്കുകയും ചതയ്ക്കുകയും രണ്ടും കൂടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് രണ്ടും കൂടി മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ചെറിയ സ്പൂണും കൊണ്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അതിൻ്റെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ആ തുളസി കയറി ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം രണ്ടും കൂടിയിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മുടെ തുളസിയും കർപ്പൂരം കൂടിയിട്ട് നല്ലതുപോലെ പൊടിഞ്ഞ് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. ഇപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കുപ്പി ഗ്ലാസ്സിലോട്ട് മാറ്റുന്നത്.
അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ 5 തുളസിയും 2 കർപ്പൂരവും കൂടിയിട്ട് കിട്ടിയിട്ടുള്ളത്. പൊടിച്ച് ഇത്രയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പൗഡർ. അപ്പോൾ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന ആ കുഞ്ഞ് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ആ പൗഡറിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഒരു സ്പൂണും കൊണ്ടിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്ത് ഒരു 1.5 മണിക്കൂർ മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 1.5-2 മണിക്കൂർ ആയിട്ടുണ്ട്. ഞാൻ കുറച്ചെടുക്കാൻ വൈകിപ്പോയി, കടന്നാലും കുഴപ്പമില്ല. 1.5 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ അങ്ങനെ എത്ര മണിക്കൂറാണോ അത്ര മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാവുന്നതാണ്. അതിനുശേഷം ഇതെന്തിനാണ് നമ്മൾ ഇത്ര മിനിറ്റ് നമ്മൾ മാറ്റി വയ്ക്കുന്നത്, റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഫിൽറ്റർ ചെയ്ത് കളയും. അപ്പം അതിൻ്റെ ഈ കർപ്പൂരത്തിൻ്റെയും നമ്മൾ തുളസിയും കൂടി പൗഡർ ചെയ്തില്ല, ആ പൗഡർ നല്ലതുപോലെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങണം. അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഈ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര മിനിറ്റ് ഇത് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഫിൽറ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫേസ് ടോണർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു വയ്ക്കുക. ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ എല്ലാവരുടെ കയ്യിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഒരു മാസം വരെ ഇതിൽ യാതൊരു കേടും വരാതെ നമുക്ക് നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ വയ്ക്കാവുന്നതാണ്. ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതെല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ്. അപ്പം ഒന്നുകൂടി എഫക്റ്റീവ് എന്ന് പറയുന്നത് പിമ്പിൾസ്, ഒരുപാട് ഫേസിൽ പിമ്പിൾസ് കാണൂലേ, അവർക്ക് ഒന്നുകൂടി എഫക്റ്റീവ് ആയിരിക്കും. പിമ്പിൾസ് മാറാനും പിന്നെ പിമ്പിൾസ് വന്ന മാർക്സ് മാറാനും ആ പ്ലേസിൽ ഒന്നുകൂടി പിമ്പിൾസ് വരാതിരിക്കാനും സഹായിക്കുന്ന ഒരു ടോണറാണ്. അപ്പം ഇത് യൂസ് ചെയ്യുന്ന മുമ്പ് നല്ലതുപോലെ ഷേക്ക് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യേണ്ടത്. നല്ലതുപോലെ ഷേക്ക് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇത് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. ഡെയിലി നമ്മൾ കുളിച്ചതിന് ശേഷം ഫേസൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ടോണർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് എൻ്റെ കമൻറ്റ്സ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.